ഭാരതീയ ജനതാ പാർട്ടി പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സബീഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. 28-ാം തീയതി പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചില വ്യക്തികളുടെ പൊയ്മുഖം തുറന്നു കാണിക്കുക, ഈ ബാങ്കിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങളോട് വിശദീകരിക്കുക, ഇത് പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ്, കർത്തവ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. രൂപീകൃതമായി 60 വർഷം പിന്നിടുന്ന പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാലം അത്രയും അതിവിദഗ്ധമായി അതൊക്കെ മൂടിവെക്കാൻ വേണ്ടി അതിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് സാധിച്ചു. പക്ഷെ ഇന്ന് ആ പാവർട്ടി ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ ബാങ്കിലെ ജീവനക്കാർ തന്നെ ആ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറാകുന്നു. കാരണം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയാം. അവിടെ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ CPM നേതൃത്വവും ഭരണസമിതി അംഗങ്ങളും ആ തട്ടിപ്പിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവിടുത്തെ ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. തട്ടിപ്പ് നടത്തിയവരല്ല, ആ തട്ടിപ്പിന് മൂകസാക്ഷികളായിട്ടുള്ള ജീവനക്കാരെ പ്രതികളാക്കി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഈ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് ജീവനക്കാർക്കറിയാം. അതുകൊണ്ട് ജീവനക്കാര് അതൊക്കെ രഹസ്യമായി പുറത്ത് പറയാൻ വേണ്ടി തയ്യാറാകുന്നു. കോൺഗ്രസിലെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത, തട്ടിപ്പിന് കൂട്ടുനിൽക്കാത്ത ചില ആളുകൾ അടക്കം പറയുന്നു. ഈ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് രഹസ്യമായിട്ട് പറയുന്നു. പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യം അവർക്കില്ല. പക്ഷെ രഹസ്യമായി ആ കാര്യങ്ങൾ അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നു. ചിലരൊക്കെ മത്സരിക്കാൻ തയ്യാറാകുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇവിടെ തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ച് പുറത്തു പറയുന്ന ആളുകളെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാനിപ്പോ വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് എനിക്ക് വിളികൾ വന്നു. ഇവിടെ ഈ തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ച് പുറത്ത് പറഞ്ഞതിന്റെ പേരിൽ തട്ടിപ്പുകാര് രംഗത്തിറങ്ങിയ ആളുകളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അരിയും തിന്ന് യജമാനത്തെയും കടിച്ച് എന്നിട്ട് പട്ടിക്ക് മുറുമുറുപ്പ്. ഈ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിനെ കട്ടുമുടിച്ച് തിന്ന് കൊഴുത്ത് തടിച്ചവർ അത് തുറന്നു പറയുന്ന ആളുകളെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ജാക്കി ജാൻ അനിൽകുമാർ, അദ്ദേഹം വീട് കയറി ആക്രമണം നടത്തി എന്നാണ് കേൾക്കുന്നത്. ബ്രൂസ് ലീ കമാലുദ്ദീൻ വലിയ അടിക്കാരാണ്, വലിയ അടിക്കാരൻ. ഞങ്ങൾ പറയുന്നത് ഈ പാവങ്ങള് രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്തിനാണ് അവരെ ആക്രമിക്കാൻ നടക്കുന്നത്? ഞങ്ങൾ പരസ്യമായിട്ടല്ലേ പറയുന്നത്. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറയുന്നു, മാർച്ച് നടത്തി പറയുന്നു, ഞങ്ങൾ ഇന്ന് പൊതു സ്ഥലത്ത് മൈക്ക് കെട്ടിവെച്ച് പറയുന്നു, നിങ്ങൾ തട്ടിപ്പുകാരാണ്, കൊള്ളക്കാരാണ്, ഈ ബാങ്കിനെ തകർത്തവരാണ്. ഞങ്ങൾ അത്ര വലിയ അടിക്കാരൊന്നുമല്ല, നിങ്ങളെ പോലെ വലിയ അടിക്കാരൊന്നുമല്ല. നിങ്ങൾക്ക് വലിയ സാമർത്ഥ്യം ഉണ്ടാവും. കാരണം ഇക്കാലം അത്രയും ഈ ബാങ്കിനെ കട്ടുപിടിച്ച് കൊഴുത്ത് തടിച്ചവരാ. അതിന്റെ സാമർത്ഥ്യം നിങ്ങൾക്കുണ്ടാവും, കഴിവ് നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നുമില്ല, ഞങ്ങൾ പാവങ്ങളാ. അപ്പൊ ഞങ്ങൾ വലിയ അടിക്കാരൊന്നുമല്ല. പക്ഷെ ഈ സത്യം തുറന്നു പറയുന്നതിന്റെ പേരിൽ ഞങ്ങളെ കൈകാര്യം ചെയ്യാമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കാലുമാറി അനിൽകുമാറെ നിന്ന നിപ്പിന് 4 വട്ടം പാർട്ടി മാറുന്ന നിങ്ങൾക്ക് കാലുമാറാൻ കാലുണ്ടാകാമെന്ന് ചിന്ത വെച്ച് വേണം ഞങ്ങളുമായി യുദ്ധത്തിന് വരാൻ സൂചിപ്പിക്കുക. ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ
വീണ്ടും ഒരു പാനലായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇത്രയൊക്കെ ഈ ബാങ്കിന് മുച്ചൂടും മുടിച്ചതും മതിയാവാതെ ഈ ബാങ്കിന്റെ ഉള്ള നീര് മുഴുവൻ ഈ കാട്ടുകള്ളന്മാർ ഊറ്റിക്കുടിച്ചു. ഇനിയിപ്പോ കുറച്ച് ചണ്ടി മാത്രമാണ് ബാക്കിയുള്ള. ആ ചണ്ടി കൂടി തിന്നണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാട്ടുകള്ളന്മാര് വീണ്ടും ഈ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്നത്. ചക്കരക്കുടം ആയതുകൊണ്ടാണല്ലോ അത് കൈയിട്ട് മാറാൻ വീണ്ടും വീണ്ടും ഈ തട്ടിപ്പുകാര് മുന്നോട്ട് വരുന്നത്. ഇത് ലാഭമില്ലാത്ത ഏർപ്പാടാണെങ്കിൽ 1-2 വട്ടമൊക്കെ ഭരണസമിതിയിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഈ ഏർപ്പാട് നിർത്തും. പക്ഷെ ഇത് നല്ല ലാഭമുള്ള ഏർപ്പാടാണ്, വലിയ ലാഭമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഭരണസമിതിയിലേക്ക് ഈ തട്ടിപ്പുകാര് തുടർച്ചയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സഹകരണ ബാങ്ക് തകരുമ്പോ എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത്, എത്ര കുടുംബങ്ങളാണ് ആത്മഹത്യയിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ബാങ്കാണ്, പാവപ്പെട്ടവരുടെ അത്താണിയാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി രൂപീകൃതമായതാണ് സഹകരണ മേഖലയിലെ ബാങ്കുകൾ. പക്ഷെ ഇന്ന് സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖലയിലെ 90% ബാങ്കുകളിൽ നടക്കുന്നത് പാവപ്പെട്ടവനെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കൊള്ളയടിക്കാനുള്ള സങ്കേതങ്ങളാണ് ഇന്ന് സഹകരണ ബാങ്കുകൾ. അതാണ് കരുവന്നൂരിൽ കണ്ടത്, അതാണ് പുത്തൂരിൽ കണ്ടത്, അതാണ് കുട്ടനെല്ലൂരിൽ കണ്ടത്, അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പാവർട്ടിയിലും കാണുന്നത്. ഇവിടെ പാവങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു സങ്കേതമായി ഈ പാവർട്ടിയിലെ സർവീസ് സഹകരണ ബാങ്കിനെ ഈ തട്ടിപ്പുകാർ മാറ്റിയിരിക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ അവരുടെ കഷ്ടപ്പാടിനിടയിൽ അവർ മിച്ചം പിടിക്കുന്ന തുച്ഛമായ തുക, ആ തുക കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സ്ഥലമാണ് ഈ സഹകരണ ബാങ്ക്. അവരുടെ കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി, അവർക്കൊരു കൊച്ചു വീട് പണിയുന്നതിന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി, ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി പാടത്തും പറമ്പിലും പണിശാലയിലും പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾ സ്വരൂപിക്കുന്ന പണമാണ് ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. അവർക്കൊരാവശ്യം വന്നാൽ ചുവപ്പ് നാടകളില്ലാതെ, മറ്റു പ്രശ്നങ്ങളില്ലാതെ ചെറിയ ചെറിയ ലോണുകൾ ലഭിക്കണം. ഇതല്ലേ സഹകരണ ബാങ്കിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ പാവർട്ടി സഹകരണ ബാങ്കിൽ നടക്കുന്നത് എന്താണ്? പാവപ്പെട്ടവർ വല്ല ഗുണമുണ്ടോ പാവർട്ടി സഹകരണ ബാങ്കിൽ? ഒന്ന് പ്രിയപ്പെട്ടവരെ, ബാങ്ക് എന്ന് പറയും, സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് സഹകാരികളുടേതാണ്. ഇതിൽ ലാഭമുണ്ടെങ്കിൽ സഹകാരികൾക്ക് കിട്ടണം, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടണം. ചില്ലിക്കാശിന്റെ ഗുണം കിട്ടാറുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് കിട്ടാറുണ്ടോ സഹകാരികൾക്ക്, ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന്? ഈ ബാങ്ക് വലിയ കടക്കണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ വെറുതെ മൈക്ക് കെട്ടി ഞങ്ങളുടെ സന്തോഷത്തിന് പറയുന്നല്ല. ഞങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും തെളിയിക്കാൻ ആവശ്യമായ രേഖകളും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്.